പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെയാണ് നമ്മുടെ പാഠഭാഗങ്ങളെന്നും അത് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നും ഒക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കി. ഇനി നമ്മൾ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് നിന്നെ തേടുവതെന്തൊരു ഭാവന എന്നാണ്. ഭാവന എന്നാൽ നിങ്ങൾക്കറിയാം, ഇമാജിനേഷൻ. ഓരോ മനുഷ്യൻ്റെയും വ്യക്തിത്വത്തിന് അനുസരിച്ച്, പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് അവൻ്റെ ഭാവനയ്ക്കും എന്തുണ്ടാവും? വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഭാവന എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സങ്കല്പം. ഇപ്പോൾ കാണാത്ത സ്വിറ്റ്സർലൻഡ്, കാണാത്ത കാശ്മീർ, അല്ലേ? ഇതൊക്കെ നമ്മൾ ഭാവനയിൽ കാണാറുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഭാവന അത്തരത്തിലുള്ളൊരു ഭാവന അല്ല. ഒരു പക്ഷേ സാഹിത്യകാരൻ്റെ ഭാവനയും അവൻ്റെ ചിന്തകളുമാണ് ഓരോ സാഹിത്യകൃതികളും രൂപപ്പെടാൻ കാരണമാകുന്നത് എന്ന് നമുക്ക് അറിയാം. വിശ്വവിഖ്യാതമായ നിരവധി കൃതികൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അറിയാം, വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങൾ മുതൽ ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും വരെ, അല്ലേ? ഇത്തരം കൃതികളൊക്കെ നമ്മൾ ഒന്ന് കണ്ണോടിച്ചു പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം പലയിടത്തായി പഠിക്കുകയും ചെയ്തതാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ ഭാവന ഓരോ കൃതിയെയും സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ പാഠഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്, ഇത് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ്. നിന്നെ തേടുവതെന്തൊരു ഭാവന. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് നിന്നെ തേടുവതെന്തൊരു ഭാവന. ഈ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് കടക്കാനുള്ള പ്രവേശികയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അത് മാത്രമേ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ എല്ലാ മനുഷ്യരെയും അല്ലെങ്കിൽ എല്ലാ സാഹിത്യകാരന്മാരെയും എല്ലാ കലാകാരന്മാരെയും ഒരു പക്ഷേ പ്രീണിപ്പിച്ച ഒന്നാണ് പ്രകൃതി. പ്രകൃതി എല്ലാവർക്കും എക്കാലത്തും ഒരുപാട്, അല്ലേ? നെരൂദൻ്റെ കവിതയൊക്കെ നിങ്ങൾ ഒരു പക്ഷേ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരുപാട് പ്രകൃതിയെ വർണ്ണിച്ച കവിയാണ് ആര്? നെരൂദ. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓരോ കവികളും ഈ തരത്തിൽ നമ്മുടെ പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട്, പ്രകൃതിയോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് പ്രകൃതിയിലെ സൗന്ദര്യം നിരീക്ഷിക്കുകയും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ആ താളങ്ങളും ലയങ്ങളും ഒക്കെ കവിതകൾക്കും കഥകൾക്കും വിഷയമാക്കിയവരുമാണ്. ഈ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കുക, അല്ലെങ്കിൽ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കുക, പ്രകൃതിയും മനുഷ്യനും പ്രകൃതിയും മനുഷ്യനും ഒരു പക്ഷേ ഒരുമിച്ച് നിന്ന് ഒരു ജീവിതം മാത്രമേ മനുഷ്യന് സാധ്യമാവുകയുള്ളൂ. എന്നാൽ മനുഷ്യൻ ഇത് മനസ്സിലാക്കാതെ നിരന്തരം പ്രകൃതിയെ ക്രൂരമായി വേദനിപ്പിക്കുന്ന ഒന്ന് ആയി നമുക്ക് പലപ്പോഴും കാണാം. എന്നാൽ ഈ യൂണിറ്റിൽ നമ്മോട് പറയുന്നത് പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചാണ്. പ്രകൃതി സൗന്ദര്യം പലപ്പോഴും നമ്മെ പലതരത്തിലും നമ്മുടെ മനസ്സിനെ പ്രീണിപ്പിച്ചതാണ്, നമ്മുടെ മനസ്സിനെ ആവേശം കൊള്ളിച്ചാണ്. പ്രകൃതി ദൃശ്യങ്ങൾ നമ്മെ ഒരുപാട് ആകർഷിച്ചതാണ്. നമ്മൾ ഓരോ പ്രകൃതി ദൃശ്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിച്ചവരാണ്. അപ്പോൾ ഇവിടെ കവി പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പാഠഭാഗത്തിൻ്റെ പേര് നിന്നെ തേടുവതെന്തൊരു ഭാവന. നിന്നെ തേടുവതെന്തൊരു ഭാവന എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്. നിന്നെ തേടുവതെന്തൊരു ഭാവന എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്. ഈ യൂണിറ്റിൽ വെളിച്ചത്തിലേക്ക് എന്ന പി കുഞ്ഞിരാമൻ നായരുടെ ഒരു ചെറിയ കവിത ശകലമാണ് കൊടുത്തിട്ടുള്ളത്. പി കുഞ്ഞിരാമൻ നായരുടെ വെളിച്ചത്തിലേക്ക് എന്ന ചെറിയൊരു കവിത ശകലമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഏകാന്ത പഥികനായി, ഒരു സഞ്ചാരിയായി ഒരുപാട് കൃതികൾ എഴുതി. അപ്പോൾ സഞ്ചാരി എന്ന് പറയുമ്പോൾ നിങ്ങൾ വീണ്ടും തെറ്റിദ്ധരിച്ചേക്കാം. എസ്.കെ. പൊറ്റക്കാടിനെ പോലെ ഒരു സഞ്ചാര സാഹിത്യകാരൻ അല്ല. ഏകാന്തനായി ഒരു അവധൂതനായി നടക്കുകയും അങ്ങനെ അവിടുന്നും ഇവിടുന്നുമുള്ള പ്രകൃതി ഭംഗി വാനോളം പുകഴ്ത്തി
പ്രകൃതിയുടെ ഉപാസകൻ എന്ന പേരിലറിയപ്പെട്ട മലയാളി ഒരിക്കലും മറക്കാത്ത പി കുഞ്ഞിരാമൻ നായരാണ് ഈ കവിത എഴുതിയത് അല്ലേ. കണ്ണീരും കിനാവും എന്ന വീട്ടിയുടെ ആത്മകഥ വായിച്ച് പുളകം കൊണ്ട മലയാളികൾ കവിയുടെ കാൽപ്പാടുകൾ വായിച്ച് ഒരു പക്ഷേ ദുഃഖിതരാവുകയോ കണ്ണീര് വാർക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയുടെ പേരാണ് ഞാൻ പറഞ്ഞത്, എന്ത്, കവിയുടെ കാൽപ്പാടുകൾ. അപ്പം ഇദ്ദേഹം ഈ കൃതിയിൽ ആകെ പറയുന്നത് തൻ്റെ അലച്ചിൽ ജീവിതത്തെക്കുറിച്ചാണ്. അപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ കവിതയെക്കുറിച്ച് പറയാം. ഈ കവിതയിൽ കവി പറയുന്നത്, ഞാൻ അടുത്ത് അടുത്ത് അടിവെച്ച് നിന്റെ അരികിലേക്ക് വരുമ്പോൾ അകലേക്ക് അകലേക്ക് മായുന്ന പ്രകാശമേ, എന്ത് വന്നിട്ടായാലും സത്യക കറുകയേന്തി നിന്നെ ഞാൻ മെരുക്കിയെടുക്കും എന്നാണ് കവി പറയുന്നത്. സത്യക കറുകയേന്തി നിന്നെ ഞാൻ മെരുക്കിയെടുക്കും. അപ്പോൾ കവി പ്രഭാതത്തെ, നമുക്കറിയാം വളരെ മനോഹരമാണ് പ്രഭാതം. സൂര്യൻ പശ്ചിമ ഘട്ടത്തിൻ്റെ ഓരത്ത് നിന്ന് ഉദിച്ച് വരുമ്പോൾ ഓരോ പുൽക്കൊടിയിലുള്ള മഞ്ഞുതുള്ളികൾ ബാഷ്പമായി മാറുകയും കൊച്ചു കൊച്ചു സുമങ്ങൾ ഈ ആരാമത്തെ, പ്രകൃതിയാകുന്ന ആരാമത്തെ വിരിഞ്ഞ് ഒരു മനോഹര കാഴ്ചയായി മാറുകയും ചെയ്യുന്ന പ്രഭാതം നമ്മൾ ഓരോരുത്തരും ഒരു പക്ഷേ ആസ്വദിക്കുന്നവരാണ്. ഈ പ്രഭാതത്തിൽ വെളിച്ചം അടുത്തേക്ക് വരുമ്പോൾ അതിനെ തൊടാൻ വേണ്ടി കവി അടുത്തടുത്തേക്ക് ചെല്ലുമ്പോൾ അത് ദൂരേക്ക് മാറിപ്പോകുന്നതായി കവി പറയുകയാണ്. പക്ഷെ കവി അവിടെ പരാജിതനാകുന്നില്ല. എൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി പേഴ്സണാലിറ്റി എന്നൊക്കെ പറയാം. എൻ്റെ ഏറ്റവും നല്ല എൻ്റെ മനക്കരുത്തിൽ നിന്നുണ്ടാകുന്ന ധൈര്യത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്ത് സംഭവിച്ചിട്ടായാലും ഞാനതിനെ ചെയ്തിരിക്കും, കൈക്കലാക്കിയിരിക്കും എന്നാണ് കവി പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രശസ്ത കവി പി കുഞ്ഞിരാമൻ നായർ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലത്തെ ജീവിതം കാസർഗോഡ് തന്നെയായിരുന്നു. പിന്നീട് കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഏകാന്ത പഥികനായി കേരളം അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും ഒരുപാട് നല്ല കൃതികൾക്ക് രൂപം നൽകുകയും ജന്മം നൽകുകയും ഒക്കെ ചെയ്ത മഹാകവിയാണ്. മഹാകവി പി കുഞ്ഞിരാമൻ നായർ എന്ന് തന്നെയാണ് പറയുക. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഞാൻ പറഞ്ഞ കവിയുടെ കാൽപ്പാടുകൾ. വായിക്കാൻ താല്പര്യമുള്ളവർ എല്ലാവരും ആ പുസ്തകമൊന്ന് വായിച്ചിരിക്കണം. മനോഹരമായ പുസ്തകമാണ്. ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ എന്നെ ആകർഷിച്ച ഒരു പുസ്തകമാണ് കവിയുടെ കാൽപ്പാടുകൾ. ഒരു പക്ഷേ നിങ്ങൾക്കും അതെന്താവും, ഒരുപാട് ഇഷ്ടമാകും. വായന ഒരു രസമുള്ള കാര്യമാണ്. എല്ലാവരും നല്ല വായനക്കാരായി മാറണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത്. അപ്പോൾ കവിത എന്താണ്? അപ്പോൾ എഴുതിയ ആൾ പി കുഞ്ഞിരാമൻ നായരാണ്. വെളിച്ചത്തിലേക്കാണ് കവിതയുടെ പേര്. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രകൃതിയുടെ ഉപാസകൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം എന്തായിരുന്നു? പ്രകൃതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു പേരുണ്ട്, പ്രകൃതിയുടെ ഉപാസകൻ. ഈ കവിതയിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ വരുമ്പോൾ അടുത്തേക്ക് പോകുന്ന എൻ്റെ പ്രകാശമേ, നിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്തൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും ഞാൻ നിന്നെ എന്ത് ചെയ്യും? കൈക്കലാക്കിയിരിക്കും എന്നതാണ് ഈ പാഠഭാഗത്തിൻ്റെ ബാഹ്യമായ ആശയം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇങ്ങനെ ഒരു മനോബലം നമുക്കുണ്ടാവണം. പ്രകൃതിയെ, ഈ ഭൂമിയെ, ഈ സൗന്ദര്യത്തെ, അതേപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള വിജയങ്ങളെ ഒക്കെ കൈക്കലാക്കാൻ ഒരു സത്യക കറുകയേന്തി നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും എന്നതുകൂടിയാണ് കവിതയിലൂടെ കവി നമ്മോട് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്ന വെളിച്ചമേ, നിന്നെ ഞാൻ ഏത് തരത്തിലാണെങ്കിലും മെരുക്കിയെടുക്കും. കവിയുടെ മനോബലമാണ് ഇവിടെ കാണുന്നത്. നമുക്കും ഈ മനോബലം എന്താണ്? നല്ലതാണ്. നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ അത് നമ്മെ
സഹായിക്കും എന്നാണ് നമുക്ക് ഇവിടെ വ്യക്തമാക്കാനുള്ളത്. പക്ഷേ മറ്റൊന്ന് പറയാനുള്ളത്, ഈ ഭാവനയാണ് ഒരു പക്ഷേ ലോകത്തെ എല്ലാ കൃതികളെയും സൃഷ്ടിക്കുന്നത്. ഒരു സമയത്തെ നമ്മുടെ ചിന്ത, ഒരു സമയത്തെ നമ്മുടെ ഏതെങ്കിലുമൊക്കെ കാഴ്ചകൾ, ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ, അത് നമ്മുടെ ഭാവനയിൽ ചാലിച്ച് നമ്മുടെ സർഗാത്മകമായ കഴിവും കൂടി ചേർത്ത് താളിയോലയിലേക്ക് മാറുമ്പോഴാണ്, പേജുകളിലേക്ക് മാറുമ്പോഴാണ് ഒരു പക്ഷേ എന്തായിത്തീരുന്നത്, ലോകത്തിൽ തന്നെ പ്രശസ്തമായ സാഹിത്യകൃതികൾ രൂപപ്പെടുന്നത് എന്നുകൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയുവാനുള്ളത്, മനുഷ്യനും പ്രകൃതിയും ഇണങ്ങിച്ചേർന്ന് ജീവിച്ചിരുന്നൊരു കാഴ്ച നമ്മൾ മുമ്പ് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ മാറ്റി നിർത്തി പ്രകൃതിക്കും, പ്രകൃതിയെ മാറ്റി നിർത്തി മനുഷ്യനും ഒരു പക്ഷേ എന്തില്ല, നിലനിൽപ്പില്ല, ജീവിതമില്ല എന്ന ഒരു സന്ദേശം കൂടി നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ പ്രകൃതി സൗന്ദര്യം ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല. അല്ലെങ്കിൽ ഈ പ്രകൃതി സൗന്ദര്യമാണ് ഒരു പക്ഷേ, അടുത്ത പാഠഭാഗത്തിൽ ചങ്ങമ്പുഴ പറയുന്ന അതാണ്, ഈ പ്രകൃതി സൗന്ദര്യമാണ് ഒരു പക്ഷേ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നതാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പം നിങ്ങൾ ഈ കവിതയുടെ, അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ചോദ്യമായി പറയേണ്ടത് എന്താണ്, ഈ കവിതയിൽ നിങ്ങൾ കണ്ടെത്തിയ ആശയം കുറിപ്പായി എഴുതുക. അപ്പം ഞാൻ ചോദ്യരൂപത്തിൽ പറയാം. 1, കുറിപ്പ് തയ്യാറാക്കുക. ഈ കവിതയിലെ ആശയം എന്താണ്? വെളിച്ചത്തിലേക്ക് എന്ന കവിതയിലെ ആശയം എന്താണ്? ഇനി പി കുഞ്ഞിരാമൻ നായരുടെ രണ്ടാമത്തെ ചോദ്യം, ശേഖരിച്ചെഴുതുക ലഘു ജീവചരിത്ര കുറിപ്പ്. പി കുഞ്ഞിരാമൻ നായരുടെ ജീവചരിത്രക്കുറിപ്പ് ശേഖരിച്ച് എഴുതുക. ഇത്രയുമാണ് പ്രധാനമായും ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളത്. പിന്നെ പി കുഞ്ഞിരാമൻ നായരെക്കുറിച്ചും കവിതയെക്കുറിച്ചൊരു വിവരണം കൊടുക്കുന്നുണ്ട്. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? കേൾക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് കവിത തേടി നക്ഷത്രങ്ങളുടെയും നിലാവിൻ്റെയും വഴിവെളിച്ചത്തിൽ നിളാനദിയുടെ തീരത്തും ഋതുഭേദങ്ങൾ വികാര വൈവിധ്യം വരുത്തുന്ന പ്രകൃതിയുടെ കളിത്തട്ടുകളിലും ക്ഷേത്രപ്രാന്തങ്ങളിലും അനുസ്യൂതമായി സഞ്ചരിച്ച കവി പിന്നിട്ട കാൽപ്പാടുകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ആത്മാലാപത്തോടെ, ആത്മരോഷത്തോടെ, ചിലപ്പോൾ ആത്മനിന്ദയോടെ പിന്നിട്ട ജീവിതരംഗങ്ങൾ ആവിഷ്കരിക്കുന്നു. യാത്രക്കിടയിൽ കൈമോശം വന്ന സ്നേഹങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ഓർമ്മകളുടെ പീഡനത്തേക്കാൾ കവിയുടെ കാൽപ്പാടുകളിൽ ഉയർന്നു നിൽക്കുന്ന കവിത എന്ന സൗന്ദര്യ ദേവതയുടെ ആത്മാവ് കണ്ടെത്താൻ എന്തും സഹിച്ച് തീർത്ഥാടനം നടത്തുന്ന ഉപാസകന്റെ തീവ്ര തപസ്യ. മലയാളത്തിന്റെ മഹാകഥാകാരൻ MT വാസുദേവൻ നായർ പി കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ എന്ന ആത്മകഥയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിവ. ഇതൊരാത്മകഥയാണെന്ന് പ്രസാധകർ പറയുന്നു. പക്ഷേ വഴിവിളക്ക് എന്ന തലക്കെട്ടിൽ ഒരു ആമുഖക്കുറിപ്പെഴുതിയ MT വാസുദേവൻ നായർ ഇതൊരാത്മകഥ അല്ലെന്നും ആണെന്നും സൂചിപ്പിക്കുന്നു. കൂടാതെ ആത്മകഥ എന്ന നിലയ്ക്ക് ഇത് കവിയുടെ ജീവിതം പോലെ കുത്തഴിഞ്ഞതാണ് എന്നും കൂട്ടിച്ചേർക്കുന്നു. സാധാരണ ആത്മകഥയിൽ കാണുന്നത് പോലെ ജനനം, ബാല്യം, വിദ്യാഭ്യാസം, മുഖ്യപ്രവർത്തനങ്ങൾ എന്നീ കാര്യങ്ങൾ ഒരു ചരിത്രകാരന്റെ സമീപനത്തോടുകൂടെ ഇതിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും ആത്മകഥയുടെ തരംഗങ്ങൾ തുടിക്കുന്ന ഭാഗങ്ങൾ ഇതിൽ ഒട്ടേറെയുണ്ട്. ചുരുക്കത്തിൽ അസാധാരണത്വം കലർന്ന വിചിത്രമെന്നു തന്നെ പറയാവുന്ന ഒരാത്മകഥയാണിതെന്ന് പറയാം. ഏതായാലും ഇത് ഒരു കവിക്കു മാത്രം സാധ്യമായ ഒരാത്മാവിഷ്കാരമാണ് തീർച്ച. പി കുഞ്ഞിരാമൻ നായർ മലയാള കവിതയിലെ പ്രശസ്തനായ കാൽപ്പനിക കവിയായിരുന്നു. കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം കവിതകളിലേക്ക് ആവാഹിച്ച കുഞ്ഞിരാമൻ നായർ തന്നെ പിന്തുടർന്ന അനേകം യുവകവികൾക്ക് പ്രചോദനമേകി. മലയാള ഭാഷയിലെ സമുന്നതനായ കാവ്യവ്യക്തിത്വങ്ങളിലൊന്നാണ് പി കുഞ്ഞിരാമൻ നായരുടേത്. ആധുനിക മലയാള കവിതയിലെ തികച്ചും സവിശേഷമായ ഒരു അനുഭൂതി മണ്ഡലമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ അനാവൃതമാവുന്നത്. കവിയും കവിതയും തമ്മിലും, കവിയും കവിതയും പ്രപഞ്ചവും തമ്മിലും അസാധാരണമായ ഒരു തന്മയീഭാവം തന്നെ അവയിൽ സംഭവിക്കുന്നു.
ഇടവപ്പാതി മഴ പോലെ വിഷയവും ഭാവനയും രചനാശില്പവും വരികളും ഒന്നായി ഉണർത്തുന്ന ദിവ്യപ്രചോദനത്തിൻ്റെ സാന്നിധ്യം അവയിലൊക്കെയുണ്ട്. താമരത്തോണി, താമരത്തേൻ, വയൽക്കരയിൽ പുളകം, കളിയച്ചൻ, അനന്തൻകാട്ടിൽ ചന്ദ്രദർശനം, ചിലമ്പുലി, തിരുമുടിമാല, രഥോത്സവം എന്നിങ്ങനെ 30ഓളം സമാഹാരങ്ങളിലായി അദ്ദേഹത്തിൻ്റെ കാവ്യലോകം പരന്നുകിടക്കുന്നു. ആത്മവേദനയും ആത്മനിന്ദയുമൊക്കെ നിറഞ്ഞ സ്വരത്തിൽ തന്നെ വിചാരണ ചെയ്യുന്ന കവിതകളിലൂടെ ആധുനിക മനുഷ്യൻ്റെ വിഹ്വലാവസ്ഥ ഈ കവി ആവിഷ്കരിച്ചിരിക്കുന്നു. അരനൂറ്റാണ്ടിലേറെ നീണ്ട കാവ്യസബരിയിൽ എത്രത്തോളം കൃതികൾ രചിച്ചുവെന്ന് കവിക്കു തന്നെ നിശ്ചയമുണ്ടായിരുന്നില്ല. കുഞ്ഞിരാമൻ നായർക്ക് തന്നെക്കുറിച്ചും താൻ കണ്ട പ്രദേശങ്ങളെക്കുറിച്ചും ഇഷ്ടപ്പെട്ട മനുഷ്യരെക്കുറിച്ചും പറയാനുള്ള കാര്യങ്ങൾ ഭാവനമുറ്റി നിൽക്കുന്ന ഭാഷയിൽ കവിയുടെ കാൽപ്പാടുകളിൽ പറഞ്ഞിരിക്കുന്നു. ഇതിൽ കവിതയുണ്ട്, കഥയുണ്ട്, നാടകമുണ്ട്, എല്ലാം കൂടെ കലർത്തി ആസ്വാദ്യമായ ഒരവിയൽ, അല്ലെങ്കിൽ ഗദ്യത്തിലുള്ള നാടകീയ സ്വഗതാഖ്യാനം. കഥയും കവിതയും ജീവിതവും ഒരൊറ്റ കൈവഴിയായി ഒഴുകുന്ന മാസ്മരികത കൊണ്ട് കവിയുടെ കാൽപ്പാടുകൾ വ്യത്യസ്തമാവുന്നു. നാലുപാടും നീലമേലാപ്പ് കെട്ടിയ അനന്തചക്രവാളം, മേഘമാഘങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അഗാധ നീലിമ, കണ്ണെത്താത്ത സൗന്ദര്യ സരസ്സിന് കരിങ്കൽ പടവുകൾ തീർത്ത മലനിരകൾ, കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും ഇതൾ വിരിഞ്ഞ ഗിരിനിരകളുടെ നീലത്താമര തടാകങ്ങൾ, കിനാവുകളുടെ അനന്ത സാമ്രാജ്യം. തിരുവല്ലാമലയെ കവി പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഈ രീതിയിൽ വളരെ കാവ്യാത്മകമായ ഭാഷയിൽ ഗദ്യത്തിനും പദ്യത്തിനും ഇടയിലെ അതിർവരമ്പിൽ നിൽക്കുന്ന ഭാഷയാണ് കൃതിയിലെ ഓരോ വരിയിലും കാണുക. പലപ്പോഴും വായന നിർത്തി ആ കാൽപ്പനിക ഭംഗി ഉൾക്കൊള്ളാൻ വായനക്കാരൻ നിർബന്ധിതനാകും. പ്രകൃതിയെ ഇത്ര വൈവിധ്യത്തോടെ ചിത്രീകരിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഈ വാക്കുകൾ തീർത്ത പ്രജ്ഞയെ അറിയാതെ നമിച്ചു പോകും. കവിയുടെ കാൽപ്പാടുകളിലെ 50 അധ്യായങ്ങളുടെ തലക്കെട്ടുകൾ ഒന്നുപോലും മറ്റ് ആത്മകഥകളിൽ കാണുന്ന തരത്തിലുള്ളതല്ല. ചില തലക്കെട്ടുകൾ ഇങ്ങനെയാണ്: കരിനിഴലിൻ്റെ കഥ, നിനവോ കിനാവോ, താമരപ്പൂക്കളുടെ വിട, സാഹിത്യപൂന്തോട്ടം, ഞെട്ടറ്റ നക്ഷത്രം, പൂന്തേനരുവി, ഇടപ്പള്ളിമണിയിലെ ഓടക്കുഴൽ, കശാപ്പുശാല, പുതിയ കൈതപ്പൂവ്. ഇങ്ങനെ രൂപകങ്ങളും ചിത്രകൽപ്പനകളും തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സിൽ നിന്നും നിർഗമിച്ചിട്ടുള്ള വാക്കുകളാണ് മിക്കതും. മുഴുവൻ വായിച്ചു നോക്കാതെ ഈ പ്രയോഗങ്ങളുടെ പ്രസക്തിയും ഭംഗിയും മനസ്സിലാക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇവ ഒരു ആത്മകഥയുടെ അപ്പുറത്തുനിന്ന് ഒരുപക്ഷെ ഒരു കഥയുടെ, ജീവിതത്തിൻ്റെ ആത്മാവിഷ്കാര കഥനത്തിൻ്റെ വാക്കുകളായി പ്രതിധ്വനിക്കുന്നത് കാണാം. മലനാടിൻ്റെ പ്രകൃതി രാമണീയകം ഇത്ര സമൃദ്ധമായി വഴിഞ്ഞൊഴുകുന്ന മറ്റൊരു ഗദ്യകാവ്യം ഉണ്ടോ എന്ന് സംശയമാണ്. കിഴക്കും തെക്കും പടിഞ്ഞാറും ഇരുൾ വിരിഞ്ഞ ഗിരിനിരകളുടെ നീലത്താമര തടാകങ്ങൾ, കിനാവുകളുടെ അനന്ത സാമ്രാജ്യം, നേർത്ത മൂടൽമഞ്ഞിൻ്റെ മൂടുപടം, അറ്റംപെടാത്ത മനോരാജ്യങ്ങളുടെ പരന്ന കരിമ്പാറ കുന്നുകൾ, ഉറക്കക്ഷീണം പെട്ട് കുപ്പിവളയിട്ട ചടച്ച പാടങ്ങൾ, നാടോടിപ്പാട്ടുപാടി വയലേലകൾക്കിടയിൽ കൂടി പാദസരമിട്ട് ഭർതൃഗൃഹത്തിലേക്ക് പോകുന്ന ഭാരതപ്പുഴ, പ്രകൃതി ദൃശ്യങ്ങൾ കുറിക്കുകൊള്ളും വിധം ചേതനത്വം ആരോപിക്കൽ, രൂപകങ്ങളുടെ വെള്ളച്ചാട്ടം, ഇതൊക്കെ വായനക്കാരെ കയ്യിലെടുത്തു കൊണ്ടുപോകുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് തരുന്നത്. എന്നാൽ ഭാഷയുടെ പ്രത്യേകതകൾക്ക് അപ്പുറം ചിത്രീകരിച്ചിരിക്കുന്ന ജീവിതമാണ് കൃതിയുടെ ഏറ്റവും വലിയ സവിശേഷത. ഞാൻ കവിത തേടി വേശ്യാതെരുവിലെത്തി, അമ്പലം തേടി ചുടലയിലെത്തി, നക്ഷത്രം നോക്കി നടന്ന് കുണ്ടൻ കിണറ്റിൽ ചാടി, കൽക്കണ്ടം വേണ്ടാത്തവർക്ക് അത് കൊടുത്ത് കല്ലേറ് വാങ്ങി, ആകാശം എത്തിപ്പിടിക്കാനായി ചാടി ഭൂമി നഷ്ടപ്പെട്ടു എന്നിങ്ങനെ സ്വപ്നമേത് ജീവിതമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് തൻ്റെ ആത്മകഥ പോലും നമ്മോട് പറയുന്നത്. പിയുടെ ഭാരതപ്പുഴ നാടോടിപ്പാട്ട് പാടി വയലേലകൾക്കിടയിൽ കൂടി പാദസരമിട്ട് ഭർതൃഗൃഹത്തിലേക്ക് പോകുന്ന ഭാരതപ്പുഴയാണ്. കവിത മൂന്തിക്കുടിച്ച രാത്രികൾ, മാറുമറയ്ക്കാത്ത കൈതപ്പൂക്കൾ, കവിളൊട്ടിയ കടവ്, അർശസ്സുമാറാത്ത കടവുതോണി, കൂട്ടുവായിടുന്ന പേന എന്നിത്യാദി 100 കണക്കിന് പുരുഷധർമാരോപണങ്ങൾ കുഞ്ഞിരാമൻ നായരുടെ വർണ്ണനകൾക്ക് ചൈതന്യമേകുന്നു.
ശബ്ദഭംഗി വഴിഞ്ഞൊഴുകുന്ന കൊച്ചു കൊച്ചു വാക്യങ്ങളിലൂടെയുള്ള വർണ്ണനകളും ചിത്രീകരണങ്ങളും ഈ കൃതിയുടെ ഏറ്റവും മനോഹാരിതയായ പ്രത്യേകതയാണ്. ഒരു അവധൂതനെ പോലെ എവിടെ നിന്നോ വന്നു എവിടേക്കോ പോയ പിയുടെ വ്യക്തിജീവിതത്തെപ്പറ്റി കൂടി ചിന്തിച്ചാൽ ഈ കൃതി കൂടുതൽ ആസ്വാദ്യമാവുന്നു. പല ആത്മകഥകളിലും കാണാത്ത സത്യസന്ധത ഈ കൃതിയിൽ കാണാം. കൂടാതെ ഇന്ന് അന്യം നിന്നു പോകുന്ന എന്ന് നാം വ്യാകുലപ്പെടുന്ന മനുഷ്യത്വത്തിൻ്റെ നന്മകൾ അനവധി അവസരങ്ങളിൽ ഇതിൽ പ്രത്യക്ഷപ്പെടുന്നു. കഥയെന്നോ ആത്മകഥയെന്നോ കവിതയെന്നോ ഒന്നും കൃത്യമായി പറയാൻ കഴിയാത്ത, ഒരു കള്ളിയിലും ഒതുക്കി നിർത്താൻ കഴിയാത്ത മനോഹരമായ ആഖ്യാനമാണ് കവിയുടെ കാൽപ്പാടുകൾ. സ്വയം പരിഹസിക്കാനും ഫലിതോക്തികൾ ഇടയ്ക്കിടെ തട്ടിവിടാനും ഈ കവിക്ക് കഴിവുണ്ട്. എമ്പ്രാന്തരിയുടെ ഭാര്യയുടെ സ്വഭാവത്തെ ധ്വനിപ്പിക്കുന്ന ഒരവലോകനത്തിൽ ഗൃഹഭരണ ഭാരവണ്ടി ഭാര്യ വലിക്കുന്നു, കപ്പയ്ക്കകത്ത് എന്തു വില, ഒരു ഉറുപ്പിക, 10 പൈസയ്ക്ക് തരുമോ? ആ മട്ടിലുള്ള ഭാര്യ, സ്വർണ്ണ നിറം, എരിവും മധുരവുമുള്ള വാക്ക്. നമ്മെ രസിപ്പിക്കുന്നത് അവരുടെ സ്വർണ്ണ നിറത്തേക്കാൾ 10 പൈസയ്ക്ക് തരുമോ എന്ന വിലപേശലാണ്. വിവാഹങ്ങൾ പലതു കഴിഞ്ഞിരിക്കുന്നു. കുടുംബജീവിതം എന്നും പ്രശ്നസങ്കീർണമായിരുന്നു. കുടുംബജീവിതത്തെ പറ്റിയുള്ള പലതരം കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കവിത എന്ന നിത്യകന്യകയെ തേടിയുള്ള അലച്ചിലിൽ രസം തുളുമ്പിയ വ്യക്തിയായിരുന്നു പി. കവിത ഭ്രാന്തമായൊരു ആവേശമായിരുന്നു പിക്ക്. സ്നേഹത്തിൻ്റെയും ഐക്യഭാവനയുടെയും നിർമ്മല പ്രണയത്തിൻ്റെയും അനശ്വരഗാഥകളാണ് കവിയുടെ കവിത്വ സൃഷ്ടികളൊക്കെയും. മഹാകവി ജി ആദ്യമായി കവിത വായിച്ചു. അന്തസ്സുള്ള മനുഷ്യൻ, കഴിവുള്ള കവി, ആഴമുള്ള കവിത. വൈലോപ്പിള്ളിയും ഒളപ്പമണ്ണയും കവിത വിളമ്പി. പനിനീർപ്പൂവും ചെമ്പകപ്പൂവും ആ വേദിയിൽ ചിതറി. നാളെ ജി അധ്യക്ഷൻ കവിത വായിക്കണം. വിഷയം പോലും ചിന്തിച്ചിട്ടില്ല. മനസ്സ് മറ്റേതോ ലോകത്തിൽ അലയുന്നു. സന്ധ്യയ്ക്ക് ലക്കിടിക്ക് വണ്ടി കയറി. ഭാരതപ്പുഴ, വറ്റാത്ത കവിത. കണ്ണിലും കരളിലും ഈ അനുഭൂതി പകർത്താൻ പറ്റുന്നില്ല. ആ മലയുടെ ചിത്രങ്ങൾ, അലൗകികാനുഭൂതി പകർത്താൻ പറ്റുന്നില്ല. അരുണോദയത്തിന് മുമ്പ് കവിതയുണ്ടാക്കണം. മംഗലത്തെ കൊച്ചു വീട്, പാവപ്പെട്ട അമ്മുക്കുട്ടി ടീച്ചർ, മുക്കിൽ മുനിഞ്ഞിരിക്കുന്ന ഭാഗവതർ, കണ്ണീർ കുടിക്കുന്ന മാധവിയമ്മ, എല്ലാം തലയിൽ കയറിയിരിക്കുന്നു. കവിത, രാത്രി കവിത വരണം. കണ്ണൂർ നിന്ന് വണ്ടി കയറി ആൾത്തിരക്കിനിടയിൽ ഇരുന്നു. കോഴിക്കോട്ട് ഇറങ്ങും മുമ്പ് റേഡിയോ കവി സമ്മേളനത്തിനുള്ള കവിത എഴുതി തീർക്കുന്ന മനസ്സിന്, മാതൃഭൂമി വിശേഷാൽ പ്രതിക്കുള്ള കവിത ബസ് യാത്രയിൽ ഒരുക്കി വന്ന മനസ്സിന്, 5 മിനിറ്റിനകം 200 വരി കവിത നെയ്തു വന്ന ഈ മനസ്സിന് എന്തുപറ്റി? മലയാള മുൻഷിപ്പണി, ആ നിലവിളി കവിയെ കൊന്നുവോ? അറിയില്ല. ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഹൃദയം ചുടുനെടുവേർപ്പിട്ടു. ഭാരതപ്പുഴവക്ക്, നീലരാത്രി, വൈരപ്പൊടി ചിതറിയ ആകാശം, ദൂരെ മങ്ങിയ മലനിര, പുഴയുടെ ഏകാന്ത ശാന്ത സംഗീതം, കാളവണ്ടികൾ, ഉറങ്ങുന്ന കടവുതോണി, ഇണങ്ങിയ ശത്രു, പാട്ടുവരുന്നില്ല. കവിതയെഴുത്തു കഴിഞ്ഞ മഹാകാശം ചോദിച്ചു, തൻ്റെ കവിത എന്തായി? ഒന്നുമായില്ല. വാതിൽ തുറന്ന് പടിയിലിരുന്നു. കുറെ കഴിഞ്ഞു. കിടന്നു. ഭാവനാലോകം ആവാഹിച്ചു. പറ്റുന്നില്ല. വെള്ളക്കടലാസ് ഇരുന്നു മുഷിയുന്നു. പേന കോട്ടുവായി ഇടുന്നു. കഷ്ടം, കവിത വരുന്നില്ല. 7 മണിക്കാണ് ഒറ്റപ്പാലം വണ്ടി. 5-ന് കുളിയും മറ്റും കഴിയണം. തിരുത്തും അസലെഴുത്തും ഒറ്റപ്പാലത്ത് ചെന്നാവാം. കവിതയുടെ കരടു പകർപ്പെങ്കിലും കീശയിലിരുന്നേ പറ്റൂ. പണ്ട് 1-2 സമ്മേളനത്തിൽ സ്റ്റേജിൽ കയറി പെട്ടെന്ന് തോന്നിയ കവിത ചൊല്ലിയിട്ടുണ്ട്. നിമിഷ കവിതകൾ എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പരിഷത്താണ്, അങ്ങനെ പറ്റില്ല. പുഴയലകൾ എത്തിനോക്കി അന്വേഷിച്ചു. എന്തായി കവി? ദേഷ്യം വന്നു. മിണ്ടിയില്ല. പാതിരാക്കാറ്റ് കതക് മുട്ടി. ഉറക്കത്തിൽ പെടരുത്, വേഗമാവട്ടെ. തലേ ദിവസം കൂടാളി വലിയ നമ്പ്യാർ പറഞ്ഞ വിഷയം, കഥകളിയുടെയും വേഷത്തിൻ്റെയും കഥ, പെട്ടെന്ന് മിന്നുളിയായി മനസ്സിൽ പാളി. ജീവിതമാകെ തിളങ്ങി. ഏതോ ദർശനമുണ്ടായി. പടയ്ക്കു മുമ്പ് ഒതേനൻ വാളും പരിചയും പൂത്തറയിൽ വെച്ച് തൊഴുതു കുമ്പിട്ടെടുക്കും പോലെ പേനയും കടലാസും വിശ്വമഹാകവിയുടെ പൊൻചേവടിയിൽ വെച്ച് ധ്യാനിച്ചു. മനസ്സു പറഞ്ഞു, നീ കവി, ഞാൻ പേന. മഷിയൊലിക്കുന്നു. വില കുറഞ്ഞ പേന. ഇഷ്ടമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ ഈ പേന എടുക്കാം, എഴുതാം, എഴുതിക്കാം. മിന്നലും ഇടിയും മഴയും ഒപ്പം, വിഷയവും ഭാവനയും, രചനാശില്പവും വരികളും ഒപ്പം. ഒരു ഇടവപ്പാതി മഴ. ആകാശം കടലിരമ്പമായി. എന്നാൽ ഭൂമിക്ക് ചില വെള്ളത്തുള്ളികൾ മാത്രം. നനഞ്ഞ മഴ,
ആ മാറാല മുറിക്കുള്ളിൽ കവി ചൊല്ലി, പേന പകർത്തി. കരിമ്പുഴു പോലെ ഇഴയുന്ന അക്ഷരങ്ങൾ. എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല. മെഴുകുതിരി 3 എന്നെ രക്ഷിക്കാൻ ആത്മാഹുതി ചെയ്തു. 4ാം മെഴുകുതിരി മരിക്കും മുമ്പ് കരട് പകർത്തി. ഇരുട്ടിൽ മുങ്ങിത്തപ്പി. മനസ്സിനൊരു മുത്തുമണി കിട്ടി. ആശ്വാസമായി. കതകു തുറന്നു. പുതിയ പ്രഭാതം. സ്വർണം വിളയുന്ന കിഴക്കേ ദിക്ക്. ചെങ്കതിർമാല ചൊരിയുന്ന ഉദയസൂര്യപ്രഭ. നിളാകല്ലോലങ്ങൾ. ആ കാവ്യ സുവർണകാന്തി മോന്തി കുടിക്കുന്നു. നവോദയം, നവോന്മേഷം, അഭിനവ വികാസം, പഞ്ചവർണ്ണക്കിളികളുടെ മധുര കാകളി. കൺമുന്നിലെങ്ങും കമനീയ കാവ്യപ്രപഞ്ചം. പുലർദീപ്തി തൊട്ട ചെളിക്കൊണ്ട് ചെന്താമര കുളമായി മാറുന്നു. മഞ്ഞുതുള്ളി വൈരക്കല്ലെന്ന് പേരെടുക്കുന്നു. ഉള്ളുണർന്ന പറവകൾ അപാരതയിൽ ചിറകു വിരിച്ചുയർന്നു പോയ വഴികളെല്ലാം സംഗീതം വിതറുന്നു. തമസകലുമ്പോൾ, സന്നി മാറുമ്പോൾ കയ്പ് മധുരമാകുന്നു. എല്ലാം സത്യം, ശിവവും സുന്ദരവുമാകുന്നു. പാമ്പ് എന്ന തെറ്റിദ്ധാരണ പൂമാലയാകുന്നു. പരീക്ഷയിൽ ജയിച്ച കുട്ടിയുടെ ആവേശം തോന്നി. സുഖമായി രസപ്പുഴ കടന്ന് ഒറ്റപ്പാലം എക്സ്പ്രസിൽ 1ാം ക്ലാസ്സിൽ കയറി. അന്ന് പച്ചനോട്ട് വാരി വിതറുന്ന കാലം. അകലെ കാവ്യനിർവൃതി ലയം പോലുള്ള തിരുവില്വാമല ക്ഷേത്രം. മനസ്സ് താമരപ്പൂവായി. വൈക്കത്തെ ഭസ്മവും ഗുരുവായൂർ കളഭവും മൂകാംബി കുങ്കുമവും നെറ്റിയിൽ. കവിതയുടെ ആനമല ഉറവുലി മനസ്സിലും. അവളുടെ കടാക്ഷമേറ്റ രാത്രി, അവൾ ചുംബിച്ച രാത്രി, അവൾ കെട്ടിപ്പുണർന്ന രാത്രി. അവൾ പോയി. മധുരം മായുന്നില്ല. സമയമെടുത്തു. അസ്സൽ എഴുതണം. പെന്നിൽ മഷിയില്ല. പ്രവേശനമില്ലാത്ത AIRന്റെ മുറിയിൽ കയറി. പുരുഷോത്തമൻ നായരുണ്ട്. കുഴപ്പമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാപ്പി അല്ലേ? ആദ്യം പേന, പിന്നെ കാപ്പി. ആ മുറിയിലിരുന്ന് അസ്സൽ എഴുതി. പുരുഷോത്തമൻ നായർ സഹായിച്ചു. ഒരുങ്ങി നിന്നു. ജിയുടെ അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞു. അധ്യക്ഷൻ വിളിച്ചു. കവിത P. കുഞ്ഞിരാമൻ നായർ. നിറഞ്ഞ മഹാസദസ്. മുൻവരിയിൽ വള്ളത്തോൾ. അധ്യക്ഷൻ: ആളെവിടെ? ആളെവിടെ? കവിത പൊതിയുമായി സ്റ്റേജിലെത്തി. വള്ളത്തോളിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണു. കേരളത്തിൻ്റെ സംസ്കാരം, സൗന്ദര്യം, സന്ദേശം, ഈ 3ന്റെ പുളകമണിഞ്ഞ പൂർണ്ണചന്ദ്രപ്രഭ. വള്ളത്തോൾ അനുഗ്രഹിച്ചു. കവിത വായിച്ചു. കവിതാവായനയല്ല, ചാക്യാർകൂത്ത് എന്ന് തോന്നി. സദസ്സ് രസിച്ചു, ലയിച്ചു. വലിയ കരഘോഷമുണ്ടായി. കവിയുടെ ജീവിത കവിതാബലിയായിരിക്കാം ഇത്. വായന കഴിഞ്ഞു. ഇറങ്ങുമ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപർ NV കൃഷ്ണവാര്യർ കൈനീട്ടി. കവിത എനിക്ക്. ആകാശം തന്ന ആ പ്രസാദം വാര്യർക്ക് കൊടുത്തു. ആ കവിതയുടെ തലക്കെട്ടിതാണ്: കളിയച്ഛൻ. ഒരു പ്രസിദ്ധ പത്രം ആ കവിത വായിച്ച ദർശനീയ രംഗം വർണ്ണിച്ചെഴുതി എന്നു കേട്ടു. ആ വാരിക ഇങ്ങനെ എഴുതിയെന്നറിഞ്ഞു: ഒരു ഗന്ധർവ ഗായകനെ പോലെ കുഞ്ഞിരാമൻ നായർ രംഗവേദിയിൽ വിളങ്ങി. ആ മംഗളപത്രം സദസ്സിന് ആ തോന്നലുളവാക്കിയ സാക്ഷാൽ കവിയുടെ കാൽക്കൽ കണ്ണീരണിഞ്ഞ മനസ്സ് പുഷ്പമായി സമർപ്പിച്ചു. നല്ല പേരിൻ്റെ അഹങ്കാര തുലാഭാരമിറക്കി. കളിയച്ഛൻ കാലം ചെന്നപ്പോൾ പുസ്തകമായി. പ്രീ ഡിഗ്രിക്ക് പാഠപുസ്തകമായി. പകർപ്പവകാശം കവിക്ക്. എന്നാൽ പ്രസാധകന് 10,000 കിട്ടി. പകർപ്പവകാശക്കാരൻ കവിക്ക് കിട്ടിയ തുക 3000. അതെങ്ങനെ? അതങ്ങനെയാണ്. ഈ കവിയുടെ ജാതക കഥ അങ്ങനെയാണ്. ഓണം വന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി. തൻ്റെ സഞ്ചാരങ്ങളുടെ ഇടയിൽ ഭിന്നപ്രകൃതികളായ അനേകം വ്യക്തികളുമായി ഇടപഴകേണ്ടി വന്ന P. കുഞ്ഞിരാമൻ നായർ കവിയുടെ കാൽപ്പാടുകളിൽ സത്യസന്ധമായി സ്വന്തം ജീവിതം ആവിഷ്കരിക്കുന്നു. അവയെ വിവരിക്കുമ്പോൾ ഈ ആത്മകഥ യഥാതഥങ്ങളായ ഡയലോഗുകൾ സംഘടിപ്പിച്ച് രൂപപ്പെടുത്തിയ ഒരു ചലച്ചിത്രം പോലെ ഹൃദയഹാരിയായി തോന്നും. സ്വന്തം ആത്മാവിൻ്റെ ഭംഗിയേറിയ ഒരു അനാവരണമാണ് അസാധാരണമായ ഈ ആത്മകഥ. നൊമ്പരങ്ങളുടെ ഗന്ധർവഗീതം.